സോ ഫാർമക്കോഗ്നോസിയുടെ ടോപ്പിക് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. സോ A2Z ഫാർമ എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെന്ററിന്റെ ക്ലാസ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഇത് അനുഷ എന്ന് പറയുന്ന ഒരു മാം ഇതിനു മുമ്പ് എടുത്ത ഒരു ക്ലാസ് ആണ്. സോ അതിന്റെ നോട്ട്സ് എനിക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. സോ ഇതിന്റെ അകത്ത് ബേസിക് ആയിട്ട് ഓരോ ഡ്രഗ് ഏത് പാർട്ടാണ്, അതിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്താണ്, അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതാണ് ഒരു കോളമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് ഫാർമക്കോഗ്നോസി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ആദ്യം ലാക്സേറ്റീവ്സ്, കാർഡിയോട്ടോണിക്സ്, കാർമിനേറ്റീവ്സ്, ദെൻ ഇവരുടെ എല്ലാവരുടെയും ബയോളജിക്കൽ സോഴ്സ്, കെമിക്കൽ കോൺസ്റ്റുവൻസ്, തെറാപ്യൂട്ടിക് എഫിഷ്യൻസി, ഇതെല്ലാം നമ്മൾ അറിയണം. ഓക്കെ. ദെൻ ആസ്ട്രീജൻസ്, ഡ്രഗ് ആക്ടിംഗ് ഓൺ നെർവസ് സിസ്റ്റം, anti-hypertensive, anti-tussive, anti-rheumatics, anti-tumor, anti-leprotic, anti-diabetic, diuretic, anti-dysenteric, antiseptic and disinfectant, anti-malarial, oxytoxic, vitamin, enzyme, പെർഫ്യൂം ആൻഡ് ഫ്ലേവറിംഗ് ഏജന്റ്. ഇത്രയുമാണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സോ ഫസ്റ്റ് നമ്മള് ലാക്സേറ്റീവ്സ് നോക്കാൻ പോവാണ് കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ ലാക്സേറ്റീവ് ആണ് നോക്കുന്നത്. ലാക്സേറ്റീവിനകത്ത് അലോ ഉണ്ട്, റുബാർബ് ഉണ്ട്, കാസ്റ്റർ ഓയിൽ ഉണ്ട്, ഇസബ്ഗുള്ള ഉണ്ട്, സെന്ന ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കസ്കാര മാത്രമേ എക്സ്ട്രാ ആയിട്ട് കാണുന്നുള്ളൂ. സോ കസ്കാര കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. സോ ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഏരിയ. ഓക്കെ. സോ ഫസ്റ്റ് ലാക്സേറ്റീവ് ആണ് നമ്മൾ നോക്കുന്നത്. കണ്ടോ, ലാക്സേറ്റീവിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലാക്സേറ്റീവിന്റെ എക്സാമ്പിൾസ് ആണ് അലോ, കാസ്റ്റർ ഓയിൽ, ഇസബ്ഗുള്ള, ദെൻ ഇസബ്ഗുള്ള, സെന്നാലി, സെന്ന ഫ്രൂട്ട്സ്. ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്. നമുക്ക് ഓരോന്നിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പഠിക്കാം. ഓക്കെ. സോ ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് നമ്മുടെ കൊക്കാട്ട ആൻഡ് സുറാന എഴുതിയ കൊക്കാട്ടയുടെ ഡിഫാമിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ബിഫാമും ഫാം ഡിക്കാരും ഫോളോ ചെയ്യുന്ന കൊക്കാട്ട ടെക്സ്റ്റ് അല്ല, ഡിഫാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ ഈ നോട്ട്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ബയോളജിക്കൽ കോൺസ്റ്റുവൻസ് അറിയണം, അതായത് ബയോളജിക്കൽ സോഴ്സ് അറിയണം, കെമിക്കൽ കോൺസ്റ്റുവൻസ് അറിയണം, തെറാപ്യൂട്ടിക് എഫിഷ്യൻസി ഓഫ് ദീസ് ഡ്രഗ്സ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ. സോ ഇത്രയും ഡ്രഗ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ലാക്സേറ്റീവ് ആണ്. അപ്പൊ ലാക്സേറ്റീവ് എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ലാക്സേറ്റീവ് ഈസ് ഫ്രം ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലാക്സേറ്റീവ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ലാക്സെയർ. ലാക്സെയർ എന്ന് പറഞ്ഞാൽ ടു ലൂസൻ. അപ്പൊ നമുക്കറിയാം ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ ലാക്സേറ്റീവിന്റെ ഫംഗ്ഷൻ തന്നെ എന്താ? വെനെവർ യു ആർ ഹാവിങ് എ കോൺസ്റ്റിപ്പേഷൻ, അതിന്റെ ആ ഒരു ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാക്സേറ്റീവ് അല്ലെ? സോ ലാക്സേറ്റീവ് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാക്സെയർ, LAXARE. ലാക്സെയർ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലാക്സേറ്റീവ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ലാക്സേറ്റീവിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ എഴുതുക? നമ്മുടെ ബവൽസിന് അല്ലെങ്കിൽ ബവൽ ഇവാക്യുവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാക്സേറ്റീവ്സ്. ഓക്കെ. സോ ലാക്സേറ്റീവ്സ് ആർ ഡ്രഗ്സ് വിച്ച് ലൂസ് ദ ബവൽസ്. നമ്മുടെ ബവലിനെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസ് ആണ് ലാക്സേറ്റീവ്സ്. ആൻഡ് ദീസ് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഹേസ്റ്റനിങ് ദ ഇൻഡസ്ട്രൈനൽ ഇവാക്യുവേഷൻ. നമ്മുടെ ഇൻഡസ്ട്രൈനെ ഒന്ന് പ്രൊവോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രൈനിലുള്ള കണ്ടന്റ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ലാക്സേറ്റീവ്. ഡീഫീക്കേഷൻ, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ്, നമ്മുടെ ബോഡിയുടെ വേസ്റ്റ് പ്രോഡക്ട്സിനെ ഏനസ് വഴി പുറത്തേക്ക് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, ആ ഒരു ഇവാക്യുവേഷൻ പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ലാക്സേറ്റീവ്സ്. സോ ലാക്സേറ്റീവ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേം ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാക്സെയർ. ലാക്സെയർ എന്ന് പറഞ്ഞാൽ എന്താ? ടു ലൂസൺ അല്ലെ? അപ്പം ഡ്രഗ്സ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗുകൾ എന്താ ചെയ്യുന്നത്? അവര് നമ്മുടെ ബവൽസിനെ ലൂസൺ ചെയ്യും, നമ്മുടെ ഇൻഡസ്റ്റൈനെ ലൂസൺ ചെയ്യും, അവിടുത്തെ ഇവാക്യുവേഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യും.
ആൻഡ് ഡീഫീക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ, അതായത് നമ്മുടെ ബോഡിയുടെ എക്സ്ക്രീഷൻ, നമ്മുടെ എക്സ്ക്രീറ്റ് വേസ്റ്റിനെ ഏനസിൽ കൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് കളയാനായിട്ട് ലാക്സേറ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി ലാക്സേറ്റീവ്സ്, പർഗേറ്റീവ്സ്, ഡ്രാസ്റ്റിക്, ഹൈഡ്രോഗോഗസ്, ഈ വേർഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാ. പക്ഷെ എല്ലാം എന്താന്ന് അറിയണം. ചിലപ്പം സെലക്ട് എ പർഗേറ്റീവ് അല്ലെങ്കിൽ സെലക്ട് എ ലാക്സേറ്റീവ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നാൻ പാടില്ല. സോ ലാക്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് ഫോംഡ് സ്റ്റൂൾ, അതൊരു മൈൽഡ് പർഗേറ്റീവ് ആണ് ലാക്സേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ് ഫോംഡ് സ്റ്റൂളിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലാക്സേറ്റീവ്. അപ്പൊ മൈൽഡ് പർഗേറ്റീവ് എന്ന ലാക്സേറ്റീവിനെ പറയുന്നത് എക്സാമ്പിൾ ആണ് ബ്രാൻ, കരായാഗം, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, സെന്ന, ഇസബ്ഗുൾ, ലിക്വിഡ് പാരഫിൻ ഒക്കെ ലാക്സേറ്റീവിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ലാക്സേറ്റീവ് എക്സാമ്പിൾ അല്ലേ? അലോ, കസ്കാര, സെന്ന, റുബാർബ, ഇസബ്ഗോൾ, കാസ്ട്രോയിൽ, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പൊ ലാക്സേറ്റീവ് എന്താണ്? നമ്മള് സോഫ്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന സ്റ്റൂളിനെ എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലാക്സേറ്റീവുകൾ. ഇതിന്റെ എക്സാമ്പിൾ ആണ് ബ്രാന്, കരയാഗം, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, സെന്ന, ഇസബ്ഗോള്, ലിക്വിഡ് പാരഫിൻ, ഇതെല്ലാം ലാക്സേറ്റീവുകളാണ്. ഓക്കെ, ഇനി അടുത്ത പർഗേറ്റീവ്. പർഗേറ്റീവ് എന്താ? കുറച്ചുകൂടെ ഒരു ഫ്ലൂയിഡ് ഇവാക്യുവേഷൻ. ഓക്കെ, കുറച്ചും കൂടി എന്താ പറയല, ഒരു ഇറിറ്റന്റ് ഇവാക്യുവേഷൻ എന്നൊക്കെ പറയില്ല, അതാണ് പർഗേറ്റീവുകൾ ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ആണ് കാസ്റ്റർ ഓയിൽ, അലോ, കസ്കാര അല്ലെങ്കിൽ കസ്കാര, സാഗ്രേറ്റ്, റുബാർബ് എന്നൊക്കെ പറയുന്നത് ഒരു പർഗേറ്റീവ്, ഒരു ഫ്ലൂയിഡ് ഇവാക്യുവേഷൻ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രാസ്റ്റിക്സ്. ഡ്രാസ്റ്റിക്സ് എന്താണ്? they act intensely by irritating the mucous membrane of the intestine. നമ്മുടെ intestine മ്യൂക്കസ് മെംബ്രൈനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇവാക്യുവേഷൻ നടത്തുന്ന ആൾക്കാരാണ് ഡ്രാസ്റ്റിക്സ്. ജലാബ്, കോളോസിന്ത്, പോഡോഫൈലം ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ജലാബ്, കോളോസിന്ത് ആൻഡ് പോഡോഫൈലം, ദീസ് ആർ എക്സാമ്പിൾസ്. ഓക്കെ, then ഹൈഡ്രോഗോഗ്സ്. ഹൈഡ്രോഗോഗ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മോഷൻ പ്രൊമോട്ട് ചെയ്യുന്ന, ഹൈഡ്രോ എന്നുള്ള വേർഡ് തന്നെ വാട്ടർ എന്നാണ് അല്ലെ. സോ ഹൈഡ്രോഗോഗ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മോഷൻ. ക്രോട്ടൺ ഓയിൽ, കോളോസിന്ത് ഒക്കെയാണ്. കോളോസിന്ത് രണ്ടിടത്തും വരും, ഡ്രാസ്റ്റിക് ആയിട്ടും ഹൈഡ്രോഗോഗ് ആയിട്ട് നമുക്ക് കോളോസിന്ത് ഉപയോഗിക്കാം. ദെൻ ക്രോട്ടൺ ഓയിലൊക്കെ ഫ്ലൂയിഡ് മോഷൻ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് ചോദ്യമായിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ് ഇറിറ്റന്റ് പർഗേറ്റീവ് ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനില് ഇറിറ്റന്റ് പർഗേറ്റീവ് ഏതാണ് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. എന്താ ഇറിറ്റന്റ് പർഗേറ്റീവ് എന്നിട്ട് ആ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നത്? അത് കാസ്റ്റർ ഓയിൽ ആയിരുന്നു ഉത്തരം. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം അറിയാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ? ഇല്ല, ഓരോന്നും നമ്മൾ അറിയണം. അപ്പൊ ലാക്സേറ്റീവ് എന്താണ്? സോഫ്റ്റ് ഫോംഡ് സ്റ്റൂളിനെ പറയുന്നതാണ്, ഇവാക്യുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലാക്സേറ്റീവ് എന്ന് പറയുന്നത്. മൈൽഡ് പർഗേറ്റീവ് എന്നും ലാക്സേറ്റീവിനെ വിളിക്കാം. ബ്രാൻ, കാരിയാഗം, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, സെന്ന, ഇസബ്ഗോള്, ലിക്വിഡ് പാരഫിൻ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. പർഗേറ്റീവ് എന്താണ്? ഫ്ലൂയിഡ് ഇവാക്യുവേഷൻ ഉപയോഗിക്കുന്നതാണ് പർഗേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് കാസ്റ്റർ ഓയിൽ, അലോ, കസ്കേര, സഗ്രേറ്റ്, റുബാർബ്. ദെൻ ഡ്രാസ്റ്റിക് ആയിട്ട് കളയുന്നത് ഡ്രാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഡ്രാസ്റ്റിക്സ് ദേ ആക്ട് ഇന്റൻസ്ലി. ഡ്രാസ്റ്റിക് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ബൈ ഇറിറ്റേറ്റിംഗ് the mucous membrane of the intestine. Okay, ജലാബ്, കോളോസിന്ത്, പോഡോഫൈലം ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോഗോഗ്. ഹൈഡ്രോഗോഗ് എന്താ ചെയ്യുക? ഒരു ഫ്ലൂയിഡ് മോഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹൈഡ്രോഗോഗ്. എക്സാമ്പിൾ ആണ് ക്രോട്ടൺ ഓയിൽ, ദെൻ കോളോസിന്ത് ഒക്കെ ഹൈഡ്രോഗോഗിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ലാക്സേറ്റീവിന്റെ മെക്കാനിസം അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലാക്സേറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബൾക്ക് ഫോമിങ് ആവാം, അല്ലെങ്കിൽ ഇറിറ്റന്റ് ആവാം, അല്ലെങ്കിൽ എമോളിയന്റ് ആവാം. ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉള്ള സാധനമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ബൾക്ക് ഫോമിങ്, ഇറിറ്റന്റ് ആൻഡ് എമോളിയന്റ്.
മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ലാക്സേറ്റീവുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് യൂസ്ഡ് ഇൻ ദ ഇവാക്യുവേഷൻ ഓഫ് ബവൽ. ഓക്കെ, യൂഷ്വലി ലാക്സേറ്റീവുകൾ നമ്മളിപ്പോ സർജറി ഒക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, ഫോർ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇവാക്യുവേഷൻ ഓഫ് ബവൽ പ്രയർ ടു സർജറി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാറ്റഗറി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അലോ. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് ആദ്യം നോക്കിക്കേ. അലോയുടെ മറ്റൊരു പേരാണ് കുമാരി. അലോ ഇസ് ഓൾസോ കോൾഡ് ആസ് കുമാരി. സോ അലോയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അലോ ഇസ് എ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീഫ് ഓഫ് അലോ ബാർബാഡെൻസിസ് മില്ലർ. ഓക്കെ, അലോ ഇസ് ദ അലോവേറ എവിടുന്നാ കിട്ടുക? അലോവേറയുടെ ലീഫ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ച്. അലോവേറ എന്ന് വെച്ചാൽ എന്താ? കറ്റാർ വാഴ അല്ലെ. സോ കറ്റാർ വാഴ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ അലോ അലോവേറ ഉപയോഗിക്കുന്ന എന്തിനാ നമ്മൾ അലോവേറ? യൂഷ്വലി നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെ സ്വാളോ ചെയ്യുകയാണെങ്കിൽ, അത് വിഴുങ്ങുകയാണ് എങ്കിൽ നമുക്ക് ആ ആലോ എന്തായിട്ട് മാറ്റാൻ സാധിക്കും? ഒരു ലാക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അലോയുടെ ഡ്രൈഡ് ജ്യൂസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ബയോളജിക്കൽ സോഴ്സ് എന്താണ്? അലോ ബാർബാഡെൻസിസ്, then അലോവേറ, then അലോഫെറോക്സ്. അതെല്ലാം ഡിഫറെന്റ് സോഴ്സുകളാണ്. ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട്. അലോ ബാർബാഡെൻസിസ്, അലോവേറ, അലോഫിറോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് വായിക്കാം. അലോ എന്ന് പറയുന്നത് ദേ ആർ ഡ്രൈഡ് ജ്യൂസ് ഓഫ്, അല്ലെങ്കിൽ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീഫ് ഓഫ് അലോ ബാർബാഡെൻസിസ് മില്ലർ, അല്ലെങ്കിൽ അലോ പെരൈ, അലോ പെരൈ ബേക്കർ, അല്ലെങ്കിൽ ഹൈബ്രിസ് അലോഫിറോക്സ് മില്ലർ, അല്ലെങ്കിൽ അലോ ആഫ്രിക്കാന മില്ലർ, അല്ലെങ്കിൽ അലോ സ്പിക്കാറ്റ ബേക്കർ, വിച്ച് ബിലോങ്സ് ടു ദ ഫാമിലി ഏതാണ്? ലില്ലിയേസിയെ. ഒരു ലില്ലിപ്പൂവിന്റെ ഇതൾ പോലെയാണ് അല്ലെ അലോവേറ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കതിനെ ലില്ലിയേസിയെ എന്ന് വിളിക്കാം. ലില്ലിയേസിയെ. ഇന്ത്യൻ അലോ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം വൈൽഡ് പ്ലാന്റ്സ് ഓഫ് അലോവേറ. അപ്പം ഇന്ത്യൻ അലോ എന്ന് പറയുന്നത് അലോവേറയിൽ നിന്നാണ്, വൈൽഡ് പ്ലാന്റ്സ് ഓഫ് അലോവേറയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അലോയിൽ നിന്ന് ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചു. അലോയുടെ മറ്റൊരു പേരാണ് കുമാരി. അലോ എന്ന് പറയുന്നത് ജ്യൂസ് അല്ലെങ്കിൽ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീഫ്. ഓക്കെ, അതാണ് നമുക്ക് അലോവേറയുടെ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബയോളജിക്കൽ സോഴ്സ് ഏതൊക്കെയാണ്? അലോ ബാർബാഡെൻസിസ്, അലോവേറ, then aloe barbadensis, aloe vera, then Alophyrox, then yes, very good, very good. But different ആയിട്ടുള്ള agents in the biological source നമുക്ക് അലോവേറ കിട്ടുന്നുണ്ട് അല്ലെ. അലോ ബാർബാഡെൻസിസ്, അലോവേറ, അലോഫിറോക്സ്, and all these belong to the family ഏതാണ്? ലില്ലിയേസിയെ. അപ്പൊ ആലോചിക്കുക, അലോവേറ ഒരു ലില്ലി പൂവ് പോലെയാണ്, ഇതളുകൾ ഇങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നത്. സോ അതൊരു ലില്ലി ആയിട്ട് മനസ്സിൽ വിചാരിച്ച് ഫ്ലൂ ഇട്ട് ലില്ലിയേസിയാണ് വിചാരിക്കുക. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ഏത് റീജിയനിലാണ് കൂടുതലായിട്ട് കാണുന്നതെന്നൊക്കെ ചോദ്യം വരാം കേട്ടോ. സോ അലോവേറയുടെ കൂടുതലായിട്ടുള്ള സ്പീഷീസ് എല്ലാം ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പം വെസ്റ്റ് ഇന്ത്യ, യൂറോപ്പ് അവിടെയൊക്കെ നമുക്ക് മിക്കവാറും ഉള്ള സ്പീഷീസ് എല്ലാം കാണാൻ പറ്റാറുണ്ട്. ആഫ്രിക്കയില് കേപ്പ് കോളനി, സൗത്ത് ആഫ്രിക്കയിലുള്ള കേപ്പ് കോളനി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ സൊക്കോട്ര, സാൻസിബാർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അലോവേറ ഗ്രോ ചെയ്യിക്കാറുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കൂടുതൽ അലോവേറ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ഹിമാലയയിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യയിൽ കൂടുതലും നോർത്ത് വെസ്റ്റ് ഹിമാലയ, ഇന്ത്യയിൽ കൂടുതലായിട്ട് അലോവേറ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് അലോവേറ. അപ്പം ഡിഫറെന്റ് പ്രിപ്പറേഷനിൽ കൂടെ അലോ ഉണ്ടാക്കുന്നത്. വേരിയസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. വെസ്റ്റ് ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. യൂഷ്വലി നമ്മൾ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഫ്ലഷി അല്ലെങ്കിൽ സെസൈൽ ആയിട്ടുള്ള ലീവ്സ് നമ്മൾ അലോന്റെ ആദ്യം കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിന്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യും? ബേസിൽ നിന്ന് തന്നെ ആ പ്ലാന്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, എന്നിട്ട് അവരൊരു വുഡൻ ട്രഫില് കെറോസിൻ ടിന്നിലോ അല്ലെങ്കിൽ ഗോഡിന്റെ സ്കിന്നിലുള്ള ഒരു വെസലിലോ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കീപ്പ് ചെയ്യും. എന്നിട്ട് ആ എന്താ പറയാ, നമ്മൾ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് താഴേക്ക് ആക്കിയിട്ടായിരിക്കും നമ്മൾ
വെക്കുക. അപ്പം ആ ലീഫിൽ നിന്നുള്ള എല്ലാ ഒരു മഞ്ഞ കളറുള്ള സ്റ്റെയിൻ ഒക്കെ വരും. ആ ഒരു ലീഫിൽ നിന്നുള്ള എക്സുഡേറ്റുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് പോവാനായിട്ട് നമ്മൾ അനുവദിക്കണം. സോ ആ ഫ്ലൂയിഡ് എല്ലാം പോയതിനു ശേഷം ആ ജ്യൂസ് ഇറ്റ് ഈസ് ടേക്കൺ ടു ഇവോപ്പറേറ്റിംഗ് പാൻ. ഓക്കെ, സോ അതിനെ പാനിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ ജ്യൂസിനെ ഇവോപ്പറേറ്റ് ചെയ്ത് കളയുന്നു. കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷൻ നമ്മൾ എടുക്കുന്നു. ദിസ് മെത്തേഡ് ഓഫ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ആ കൂളിംഗ് റിസൾട്ടുകൾ എന്തിനാണ്? ഓരോ ഫിസിക്കൽ വേരിയേഷൻസ് ഓഫ് അലോ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ വിഗറസ് കോൺസെൻട്രേഷൻസ് നമ്മൾ എടുക്കുന്നു, അതിനെ പെട്ടെന്ന് തന്നെ കൂൾ ചെയ്യുന്നു, അതിനെ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ ബ്രിറ്റിൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള വിട്രിയസ് അല്ലെങ്കിൽ ലൂസിഡ് അലോ എന്നാണ് പറയുന്നത്. അതായത് വിഗറസ് കോൺസെൻട്രേഷനെ പെട്ടെന്ന് തന്നെ കൂൾ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് കിട്ടും നമുക്ക്. അതിനെയാണ് ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ ബ്രിട്ടിൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള വിട്രിയസ് അല്ലെങ്കിൽ ലൂസിഡ് അലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ലോ കോൺസെൻട്രേഷനിൽ ഗ്രാജുവലി കൂൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി അലോസ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ വീട്ടിൽ അലോവേറ എടുക്കുന്നത് ആലോചിച്ചാൽ മതി. കൊമേഴ്സിലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയാ കേട് വരാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ അവർ പ്രാക്ടിക്കൽ സ്കിൽസ് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും ബേസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, അതിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് എക്സുഡേറ്റുകൾ എല്ലാം പോകാനായിട്ട് അനുവദിക്കുക. എല്ലാം പോയി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എക്സുഡേറ്റ് ഡ്രെയിൻ ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ ജ്യൂസിനെ വി ഹാവ് ടു ടേക്ക് ടു എ പാൻ. അതിന്റെ കോൺസെൻട്രേറ്റിനെ എടുക്കണം. ഈ കോൺസെൻട്രേറ്റിനെ എടുക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡിൽ എടുക്കാം. കോൺസെൻട്രേറ്റ് എടുക്കുക, അതിനെ കൂൾ ചെയ്യുക. ഓക്കെ, രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് വിഗറസ് ആയിട്ട് കോൺസെൻട്രേറ്റിനെ എടുക്കുന്നത്, റാപ്പിഡ് എടുക്കുന്നു, പെട്ടെന്ന് കൂൾ ചെയ്യുന്നു, റാപ്പിഡ് കൂളിംഗ്. അങ്ങനെ കിട്ടുന്നതാണ് വിട്രിയസ് അല്ലെങ്കിൽ ലൂസിഡ്. ഓക്കെ, എന്താ അതിനെ പറയുന്നത്? വിട്രിയസ് അല്ലെങ്കിൽ ലൂസിഡ് എന്ന് പറയുന്നതാണ് അങ്ങനെ കിട്ടുന്ന അലോസ്. ഓക്കെ, വാട്ട് ഇസ് ദിസ് കോൾഡ്? വിട്രിയസ് അല്ലെങ്കിൽ ലൂസിഡ് എന്ന് പറയും. ഇനി വളരെ സ്ലോ ആയിട്ട് എക്സുഡേറ്റ് എടുക്കുന്നു, അതേ അത്ര തന്നെ സ്ലോയിൽ തന്നെ അത് നമ്മൾ കൂളിംഗ് ചെയ്യുന്നു. അങ്ങനെ വിളിക്കുന്നതിന് പേരെന്താണ്? ഹെപ്പാറ്റിക്. നമ്മുടെ ലിവർ ആലോചിച്ച് നമ്മുടെ കരള്. ഓക്കെ, കരൾ ആലോചിക്കുക. ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി. ഓക്കെ, ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറി അലോസ് എന്ന് പറയും. പെട്ടെന്ന് തന്നെ കോൺസെൻട്രേറ്റ് എടുത്തിട്ട് കൂൾ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്നത് വിഗറസ് കോൺസെൻട്രേഷൻ എടുക്കുന്നത് വിഗറി അല്ലെങ്കിൽ വിട്രിയസ്. ഓക്കെ, വിഗറസ് ആയിട്ട് എടുക്കുന്നത് ലൂസിഡ് അല്ലെങ്കിൽ വിട്രിയസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കേൾക്കുന്നില്ല. ക്ലിയർ ആണോ? പറഞ്ഞു തന്നത് വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അതിന്റെ ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ പോവാം. എന്താ ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്? ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടർ എന്താ? ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടർ നമ്മൾ പറയില്ല എന്താ? അതായത് ഇപ്പൊ അതിന്റെ കളറ് അല്ലെങ്കിൽ അതിന്റെ മണം, അതിന്റെ രുചി, അതിന്റെ സൈസ്, അതൊക്കെ അതിന്റെ ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന വെറൈറ്റി ഏതാണ്? ആ വെറൈറ്റി അനുസരിച്ചിരിക്കും അതിന്റെ കളറും മോഡലും ടേസ്റ്റും സൈസും ഒക്കെ. ഓക്കെ, സോ കളർ എന്ന് പറയുന്നത് നമുക്ക് പല വെറൈറ്റി കിട്ടും. ആ പല വെറൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യൂഷ്വലി നമ്മൾ കാണുന്ന ഗ്രീൻ കളർ അല്ല അലോവേരയുടെ കളർ. അലോ ഇറ്റ് ഇസ് എ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇൻ കളറാണ്. ഓക്കെ, ബ്ലാക്ക് ബ്രൗണിഷ് അങ്ങനെയാ അതിന്റെ കളർ വരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന അലോവേറയുടെ എന്താ പറയാ അല്ലെങ്കിൽ അലോ എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഗ്രീനാ അല്ലെ? അതെന്തുകൊണ്ടാണ്? അത് അലോവേറ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, സോ യൂഷ്വലി അതിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു പർപ്പിളിഷ് കളർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഐ വിൽ ഷോ യു സം വെറൈറ്റീസ്. നമ്മുടെ ക്ലാസ്സിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റീസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഒരു വെറൈറ്റി കാണിച്ചു തരാം.
കണ്ടോ വെറൈറ്റീസ് കണ്ടോ? This is aloe vera, this is African type of aloe vera, different type of aloe vera കണ്ടോ? എല്ലാം ഒരു ലില്ലിയേസിയ ഫാമിലിയിൽ പെട്ടതാണ്. എല്ലാം ഒരു ബ്രൗണിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ നാളത് നിൽക്കുമ്പോൾ അതൊരു ബ്ലാക്ക് കളറായിട്ട് മാറും. ഓക്കെ, കണ്ടോ? അപ്പം ഗ്രീൻ എന്നുള്ളൊരു കളർ ചിലപ്പോൾ ഓപ്ഷനിൽ വരാം കളർ സ്പെസിഫൈ ചെയ്യുമ്പോൾ, പക്ഷെ നിങ്ങൾ അത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അവനാണ് ഫിഗർ എടുത്ത് തന്നെ കാണിക്കുന്നത്. ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ എന്നൊരു കളറിലേക്ക് നമ്മുടെ അലോവേറ മാറും, അല്ലെങ്കിൽ അലോവേറ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, ഓക്കെ. സോ നമുക്ക് റിട്ടേൺ ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക്. സോ നെക്സ്റ്റ് അതിന്റെ ഓർഡർ ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർഡർ തന്നെ അതിലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞ അലോവേറ, നമ്മുടെ അലോവേറ തന്നെ ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അലോവേറയ്ക്ക് നല്ല കയപ്പാണ് കേട്ടോ, ഒരു ബിറ്റർ ടേസ്റ്റിംഗ് ആണ്. അതുപോലെ കഴിക്കാൻ ഒരു വോമിറ്റിംഗ് ഫീലിംഗ്, നോസിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. സോ ബിറ്റർ ആണ്, നോസിയ ഫീലിംഗ് ആവും കഴിക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി സൈസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴത്തെ ഫിഗറിൽ തന്നെ നിങ്ങളടുത്ത് കാണിച്ചു തന്നു. ഒരു ഡിഫറെന്റ്, ഒരു മാസീവ് ആയിട്ടുള്ള ഒരു സൈസിലും ഷേപ്പിലും ഒക്കെ നമുക്ക് വേരിയസ് സൈസസിൽ ഉണ്ട് അല്ലെ. ഡിഫറെന്റ് സൈസ് ഓഫ് അലോവേറ അവൈലബിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എക്സ്ട്രാ ഫീച്ചേഴ്സ് കുറച്ച് പറഞ്ഞു തരാം. എക്സ്ട്രാ ഫീച്ചേഴ്സിന് മുമ്പ് അതിന്റെ യൂസ് എന്തൊക്കെയായിട്ടാണ് അലോവേറ നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയായിട്ടാണ് ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ഹൈ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അതിനെ പർഗേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ടിങ്ചർ ഓഫ് ബെൻസോയിനിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കോളത്തിൽ നോക്കിക്കേ, ടിങ്ചർ ഓഫ് ബെൻസോയിന്റെ ഒരു ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ അലോയിൻ, ബാർബാലോയിൻ, അലോഇമോഡിൻ, ഇതൊക്കെ എന്താണ്? അലോവേറയുടെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്ട്രാ ഫീച്ചേഴ്സ് കുറച്ച് പറഞ്ഞു തരാം. അലോയില് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. കാപ്പെ അലോ, ക്യുറേക്കാവോ അലോ, സോക്കോട്രൈൻ അലോ, സാൻസിബാർ അലോ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോവേറാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. സോ കാപ്പെ അലോ അല്ലെങ്കിൽ കുറാക്കാവോ അലോ അല്ലെങ്കിൽ സോക്കോട്രൈൻ അലോ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട് അലോവേറാസ് നമുക്ക് നമ്മുടെ കൺട്രി അല്ലെങ്കിൽ അറൌണ്ട് ദ വേൾഡ് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഈ വെറൈറ്റീസ് ഒന്നും കാണാൻ പറ്റാറില്ല. സോ ഫസ്റ്റ് നമുക്ക് കാപ്പെ അലോനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഈസ് കാപ്പെ അലോ? ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗ്ലോസി മാസ് ആയിട്ടുള്ള ഒരു സാധനമാണ് വാട്ട് കാപ്പെ അലോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ചില സമയത്ത് ഈ ഒരു ടൈപ്പ് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഇതിന്റെ മോഡൽ കേട്ടോ, ഇത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. യൂഷ്വലി അതിന്റെ മാസ് ഗ്ലോസി മാസ്, നമ്മുടെ അലോവേരയുടെ അകത്തുള്ള പോലെ തന്നെ ഒരു ഗ്ലോസി മാസ് ആയിട്ടാണ് ഉണ്ടാവുക. യൂഷ്വലി നമ്മൾ ഇതിനെ ഗ്ലിസറിൻ വെച്ചിട്ട് മൗണ്ട് ചെയ്തിട്ടാണ് യൂഷ്വലി കാപ്പെ അലോസ് നമ്മൾ എടുക്കുക. ഓക്കെ, സോ കാപ്പെ അലോസ് അതിന്റെ ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ അതിന്റെ ഫ്രാക്ചേഴ്സ് പോലും എന്താണ്, ഫ്രാക്ചേഴ്സ് പോലും വളരെയധികം ഗ്ലോസി ആയിട്ട് ഉള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാപ്പെ അലോസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് കാപ്പെ അലോ ആൻഡ് സോ സി ദിസ് ഇസ് കാപ്പെ അലോസ്. കണ്ടോ, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കാപ്പെ അലോസ് എന്ന് പറയുന്നത്. ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ബ്രൗൺ കളറാണ് ഉണ്ടാകുന്നത്. ഒരു ഗ്ലോസി മാസ് ഉണ്ടാവും. ആൻഡ് മാസസ് എന്ന് പറയുന്നത് ദീസ് മാസസ് ആർ ദേ ആർ ട്രാൻസ്പാരന്റ്. ഓക്കെ, അവര് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മാസസ് ആണ്. ആൻഡ് വെൻ മൗണ്ടഡ് ഇൻ ഗ്ലിസറിൻ, ഇതിനകത്ത് ക്രിസ്റ്റൽ പാർട്ടിക്കിൾസിനെയും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇവരുടെ ബിറ്റർ ആയിട്ടുള്ള ഒരു അലോവേറ സ്പീഷീസ് ആണ്, നല്ല കയപ്പാണ്. അത് മാത്രമല്ല ഈ ഒരു സ്പീഷീസ് നമുക്ക് ഇങ്ങനെ നിലത്ത് നിൽക്കുന്നതായിട്ട് മാത്രമല്ല, നമുക്ക് ഇതിനെ ഒരു പനയുടെ മാതിരിയും കൂടെ കാണാൻ സാധിക്കും. അതായത് ഒരു ആഫ്രിക്കൻ സ്പീഷീസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ, ഭയങ്കര
ഒരു ആഫ്രിക്കൻ ടച്ച് ഉണ്ട് അല്ലെ, ഒരു ബിഗ് ലീവ്സ്, ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ കളറൊക്കെയാണ് അതിന്റെ ഒരു നേച്ചർ വരിക. സോ ഇത് നിലത്തും നിൽക്കും, ഇതേപോലെ ഒരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. സോ ഇതിന്റെ ഒരു ഗ്ലോസി ഫീലിംഗ് ഉള്ള ഒരു അലോ വെറൈറ്റി ആണ്. ആൻഡ് ഇതിന്റെ ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് നമ്മൾ ഗ്ലിസറിനുമായിട്ട് മൗണ്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇതാണ് കാപ്പെ അലോസ്. വാട്ട് ഇസ് ദിസ്? കാപ്പെ അലോസ്. നെക്സ്റ്റ് ക്യുറേക്ക. ഓക്കെ, CURACAO, ക്യുറ അലോസ്. ക്യുറ അലോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ അലോവേറയുടെ തന്നെ ഒരു വേർഷൻ, അലോവേറ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ക്യുറേ. നമ്മുടെ ഫ്യൂഷൻ അലോവേറ ഇല്ലേ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേ അലോവേറയുടെ ക്യാരക്ടറാണ് ക്യുറേ അലോസിലും കാണാൻ പറ്റുക. ഓക്കെ, സോ ഐ വിൽ ഷോ യു ദ പിക്ചർ ഓൾസോ. ക്യുറേ അലോ. ഇപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് അലോവേറ സ്പീഷീസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? കാപ്പെ അലോസ്. കാപ്പെ അലോസ് ഒരു വൈഡ് സെക്ഷൻ ആയിട്ടുണ്ട്. ആൻഡ് നോക്കൂ, ദിസ് ഇസ് ക്യുറേ അലോസ്. നമ്മുടെ അലോസ് തന്നെ, പക്ഷെ ആ മണ്ണിന്റെ ഫെർട്ടിലിറ്റി എല്ലാം കൊണ്ടാണ് അത് കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സാധാ അലോവേറയുടെ സ്പീഷീസ് പോലെ തന്നെയാണ് ക്യുറേക്കാവോ അലോസ് ഇരിക്കുന്നത്. ക്യുറേക്കാവോ അലോസിന്റെ പ്രത്യേകത എന്താണ്? ഡാർക്ക് ചോക്ലേറ്റ് കളർ ആണ് അല്ലെ. ഡാർക്ക് മേളിലെ ഫിഗർ നോക്കൂ, ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളർ, യൂഷ്വലി ഒപ്പേക്ക് ആണ്. പക്ഷെ ഫ്രാക്ചർ കാപ്പെ അലോസിനെ പോലെ അല്ല. ക്യുറേക്കാവോ അലോസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വാക്സി ഫീലിംഗ് ആയിരിക്കും. സോ ക്യുറേക്കാവോ ഒരു ചോക്ലേറ്റ് ഫീലിംഗ് ഉണ്ട്, അപ്പൊ ബ്രൗൺ കളറാണ്. സോ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒരു വാക്സിയാണ്. ക്യുറേക്കാവോ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് പഠിക്കുക. ക്യുറേക്കാവോന്റെ സൈഡ് ചോക്ലേറ്റ് എന്ന് എഴുതിക്കേ. ചോക്ലേറ്റ് ഒരു എന്താ പറയാ, ഡയറി മിൽക്ക് സിൽക്ക് ഒക്കെ മനസ്സിൽ വിചാരിക്കും. അത് നമുക്ക് ഒരു വാക്സി ഫീലിംഗ് ആണ് അല്ലെ, തൊട്ടെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ചോക്ലേറ്റ് ആണ്. സോ അതിന്റെ കളർ ഡാർക്ക് ചോക്ലേറ്റ് കളറാണ്. സോ ക്യുറേക്കാവോ അലോസ് എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്, ഒപ്പേക്ക് ആണ്. അതിന്റെ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വാക്സി, അതാണ് അതിന്റെ പ്രത്യേകത. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോക്കോട്രൈൻ. SOCOTRINE, സോക്കോട്രൈൻ അലോസ് ആണ് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. സോ സോക്കോട്രൈൻ അലോസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ചെയ്ത് തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അലോസ് ആണ്. ഈ പറയുന്ന ഹോമിയോപ്പതിയിലൊക്കെ നമ്മൾ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സോക്കോട്രൈൻ അലോസ്. ദെൻ റെഡിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സോക്കോട്രൈൻ അലോസ് എന്ന് പറയുന്നത്. ഒരു എന്താണ് കളർ? റെഡിഷ് ബ്ലാക്ക് ടു ഒരു ബ്രൗണിഷ് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറിലേക്ക് വരുന്നതാണ് സോക്കോട്രൈൻ. അപ്പം അതിന്റെ ഉള്ളിലുള്ള കാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മൂത്ത് ആണ്, ദെൻ കോൺകൈഡൽ ആണ്, ഒപ്പേക്ക് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രത്യേകത? സ്മൂത്ത് ആണ്, ഒപ്പേക്ക് ആണ്, പിന്നെയാണ് കോൺകൈഡൽ. CONCHOIDAL. കോൺകൈഡൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? ഒരു ഫ്രാക്ചർ ഓഫ് സോയിൽ, സ്മൂത്ത് ആയിട്ട് ചിപ്പിയൊക്കെ ഇല്ലേ, നമ്മുടെ ചിപ്പി പോലെയൊക്കെ ഇരിക്കും. അതിന്റെ അകത്ത് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്ത് ചിപ്പി എടുക്കുന്ന പോലെ തന്നെ ഇരിക്കും. അതിനാണ് കോൺകോയിഡൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. സോ ഓക്കെ, അതിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ദിസ് ഇസ് ദാറ്റ്. ഓക്കെ, റെഡിഷ് ബ്രൗൺ ടു ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആണ് സോക്കോട്രൈൻ അലോസ് എന്ന് പറയുന്നത്. എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലത്തെ സ്പീഷീസ് ആണ്, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സാൻസിബാർ. സാൻസിബാർ എന്ന് പറയുന്ന ഒരു അലോ വെറൈറ്റിയും കൂടെ ഉണ്ട്. സാൻസിബാർ അലോ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിവർ ബ്രൗൺ കളറാണ്, ഡൾ വാക്സി ടൈപ്പ് ആണ്, സ്മൂത്ത് ആണ്, ഈവൻ എന്താ പറയാ ഒരു ഫ്രാക്ചർ മോഡൽ ആണ് ഉണ്ടാവുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൾ ബൈ ദി നെയിം സാൻസിബാർ അലോസ്. കുറച്ചും കൂടി ഓർണമെന്റൽ ഒക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്ന പ്ലാന്റ് ആണ് സാൻസിബാർ അലോസ്. ഓക്കെ, ഫിഗർ കിട്ടുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എന്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു, സെർച്ച് ചെയ്യട്ടെ. I will share it in screen. Please wait.
Can you see this? സാൻസിബാർ ആലോസ് കാരണം ഒരു ഓർണമെന്റൽ പ്ലാന്റ് പോലെ നമുക്ക് തോന്നും. ഒരുപാട് അത്ര എന്താ പറയാ, അതിന് കാമ്പ് ഭയങ്കര കുറവാണ്. ഓക്കെ, പക്ഷെ ഇതാണ് സാൻസിബാർ ആലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ലിവർ ബ്രൗൺ കളറാണ് വിത്ത് ഒരു വാക്സി സ്മൂത്ത് ആൻഡ് ഈവൻ ഫ്രാക്ചർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. സോക്കോട്രൈൻ ആലോസിന്റെ പ്രത്യേകത എന്താണ്? കോൺകോയിഡൽ ആയിരുന്നു അല്ലെ. നമ്മൾ ഓരോന്നും ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ഒരു ചിപ്പി പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് കോൺകോയിഡൽ. അതായത് സ്കോട്രൈൻ ആലോസ് എന്ന് പറയുന്നത്. സാൻസിബാർ ആലോസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഓർണമെന്റൽ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അലോ വെറൈറ്റീസ് നോക്കാം. ഓക്കെ, സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആലോസ്. ഫസ്റ്റ് വൺ ഇസ് കാപ്പെ ആലോ. കാപ്പെ ആലോയുടെ പ്രത്യേകത എന്താണ്? ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ ആണ്. ഗ്ലോസി മാസ് ആണ്. ഈ മാസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. ഗ്ലിസറിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ, മോൾഡ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഈസ് ഗ്ലോസി. നെക്സ്റ്റ് വൺ ഈസ് ക്യുറേക്കാവോ അലോ. ഇതാണ് ക്യുറേക്കാവോ അലോ എന്ന് പറയുന്നത്. ക്യുറേക്കാവോന്റെ പ്രത്യേകത എന്താണ്? ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ക്യുറേക്കാവോ അലോ. സോ ക്യുറേക്കാവോ അലോസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് എന്ന് ക്ലൂ ഇടാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കാമ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ക്യുറേക്കാവോയുടെ കുറച്ചും കൂടെ ഒരു വാക്സി ഫീലിംഗ് ആണ്. ഞാൻ നിങ്ങളോട് ക്ലൂ ഇട്ട് തന്നെ പഠിക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ. ക്യുറേക്കാവോ അല്ലെങ്കിൽ കാപ്പ എന്നൊക്കെ പറയുന്നത് രണ്ടും കാപ്പയാണ്. സോ ദിസ് ഇസ് ക്യുറേക്കാവോ. ക്യുറേക്കാവോന്റെ പ്രത്യേകത ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറിലാണ് ക്യുറേക്കാവോ വരുന്നത്. ക്യുറേക്കാവോ നമ്മളൊരു വാക്സി ഫീലിലായിരിക്കും ഉള്ളിലുള്ള കാമ്പ് ഇരിക്കുന്നത്. ഒപ്പേക്ക് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മള് നെക്സ്റ്റ് കാറ്റഗറി സോക്കോട്രൈൻ ആലോസ്. സോക്കോട്രൈൻ ആലോസിന്റെ ആ ടിപ്പിൽ നോക്കിക്കേ, ഒരു റെഡിഷ് ബ്രൗൺ കളർ കാണാൻ പറ്റും. റെഡിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് ആണ്. സ്മൂത്ത് ആണ്. ദെൻ ഒപ്പേക്ക് ആണ്. കോൺകോയിഡൽ ആണ്. കോൺകോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ അതിന്റെ ഒരു സ്കൂപ്പ് ഇങ്ങനെ എടുത്താൽ ചിപ്പികൾ കിടക്കുന്ന പോലെ ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഓർണമെന്റൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാൻസിബാർ ആലോ. സാൻസിബാർ ആലോസിന്റെ പ്രത്യേകത എന്താ? എല്ലാം അകത്തുള്ള കാമ്പെല്ലാം ഈവൻ ആയിട്ടാണ് ഉള്ളത്. ലിവർ ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിട്ടൊക്കെയാണ് എന്തുള്ളത്? സാൻസിബാർ ആലോസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ആലോസിന്റെ ഒരു എക്സാമ്പിൾ. സോ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയാ, ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സോല്യൂബിലിറ്റി ഓഫ് ആലോസ്. ആലോ കംപ്ലീറ്റ് ആയിട്ട് ആൽക്കഹോളിൽ സോല്യൂബിൾ ആണ്. പക്ഷെ ഇപ്പൊ വാട്ടറിൽ ഒരു അലോവേറ എടുത്തിട്ട് സോല്യൂബിലൈസ് ചെയ്തത് കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആവുമോ? ഇല്ല. സോ ആൽക്കഹോളിൽ കംപ്ലീറ്റ്ലി സോല്യൂബിളും വാട്ടറിൽ പാർട്ട്ലി സോല്യൂബിളും ആണ്. ഓക്കെ, ഇനി കെമിക്കൽ കോൺസ്റ്റുവൻസ് നോക്കിക്കേ, എന്തൊക്കെയായിരുന്നു? അലോയിൻ, ബാർബാലോയിൻ, അലോയിമോണിക്. ഇത്രയുമാണ് കണ്ടന്റ് വരുന്നത്. സോ അലോയിൻ, ബാർബാലോയിൻ, അലോയിമോഡിക്. സോ കെമിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഓൾ വെറൈറ്റീസ് ഓഫ് ദീസ് അലോവേറ കണ്ടെയ്ൻ ഒരു യെല്ലോ കളേർഡ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ പല വെറൈറ്റി ഉണ്ട്. കാപ്പെ അലോ, ക്യുറേക്കാവോ അലോ, സോക്കോട്രൈൻ അലോ, സാൻസിബാർ അലോ. ഈ അലോ എല്ലാ ടൈപ്പ് എടുത്താലും അതിന്റെ പ്രത്യേകത എന്താണ്? അവരിൽ യെല്ലോ കളറുള്ള ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർബാലോയിൻ. ഓക്കെ, ആ ബാർബാലോയിൻ ആണ് അതൊരു സി ഗ്ലൈക്കോസൈഡ് ആണ് കേട്ടോ. ഈ ബാർബാലോയിൻ എന്ന് പറയുന്നത് ഒരു സി ഗ്ലൈക്കോസൈഡ് ആണ്. ദെൻ റെസിൻ, അലോ ഇമോഡിൻ. ഓക്കെ, ഇനി ബാർബാലോയിലാണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആയിട്ട് യെല്ലോ കളറിലും എല്ലാ അലോവേരയിലും ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഐസോ ബാർബാലോയിൻ എന്ന് പറയുന്നത് എല്ലാ വെറൈറ്റിയിലും ഇല്ല. ക്യുറേക്കാവോയിലും കാപ്പെ ആലോസിലും മാത്രമേ ഉള്ളൂ. സോ സി വെച്ച് തുടങ്ങുന്ന രണ്ട് ആൾക്കാരുടെ പേരാണ് നമ്മൾ പഠിച്ച ക്യുറേക്കാവോയും കാപ്പെ അലോയും. സോ ഐസോ ബാർബോലോയിൻ എന്ന് പറയുന്നത്, ഐസോ ബാർബാലോയിൻ സി വെച്ച് തുടങ്ങുന്ന ആൾക്കാരിൽ മാത്രമേ ഐസോ ഉള്ളൂ. എന്തൊക്കെയാണ്? ക്യുറേക്കാവോയിലും കാപ്പയിലും മാത്രമേ ഐസോ ബാർബാലോയിൻ ഉള്ളൂ. ഇനി കാപ്പെ അലോസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് നേച്ചർ ഉണ്ട് അല്ലെ. കാപ്പെ അലോസിന്റെ പ്രത്യേകത എന്താ? ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ, ഗ്ലോസി മാസ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് കാണാനായിട്ട് സാധിക്കും. ഫ്രാക്ചറും ഗ്ലോസി ആണ്. സോ കാപ്പെ അലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ അമോർഫസ് കോമ്പൗണ്ട്. ഏതൊക്കെയാണ്? ബീറ്റ ബാർബാലോയിൻ, അലോനോസൈഡ് എ, ബി,
Okay, then capaloresinothanol with p coumaric acid എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പയാലോസ് എന്ന് പറയുന്ന ടീമുകാർക്ക് ഒരുപാട് കോമ്പൗണ്ടുകൾ അവരുടെ കയ്യിലുണ്ട്, ഒരുപാട് അമോർഫസ് കോമ്പൗണ്ടുകൾ അവരുടെ കയ്യിലുണ്ട്. ബീറ്റ ബാർബോലോയിലുണ്ട്, അലോയിനോസൈഡ് എ ബി ഉണ്ട്, കാപ്പലാനോ റെസിനോ ടാനോൾ വിത്ത് പാരാ കൗമാരനിക് ആസിഡ് ഉണ്ട്. Okay, then the resin of Curacao വെറൈറ്റിക്കോ ക്യുറേക്കാവോ വെറൈറ്റിക്ക് ആണെങ്കിൽ ബാൽബാനോ റെസിനോറ്റനോളും സിനാമിക് ആസിഡും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിനൊരു കോളമായിട്ട് എഴുതാം. നിങ്ങളുടെ കയ്യിലുള്ള റഫ് നോട്ട് എടുക്കുക, ഒന്ന് എഴുതിക്കേ. ഓൾ അലോ, എല്ലാ അലോയിലും ഉള്ളത് ഏതാണ്? ബാർബാലോയിൻ ആണ് എല്ലാ അലോയിലും ഉള്ളത്, ബാർബാലോയിൻ. ഓക്കെ, അപ്പൊ എല്ലാ അലോയിലും ബാർബാലോയിൻ ഉണ്ട്, റെസിൻ ഉണ്ട്, അലോ ഇമോഡിനുണ്ട്. എന്തുണ്ട്? അലോയിനും അലോ ഇമോഡിനും ഉണ്ട്, അലോയിനും ഉണ്ട്, അലോ ഇമോഡിനും ഉണ്ട്. ഇനി നമ്മൾ പഠിച്ച വെറൈറ്റികളിനകത്ത് ഓരോ ആൾക്കാരുടെയും പേര് പറയും. കാപ്പെ, സി വെച്ച് തുടങ്ങുന്ന കാപ്പയ്ക്കകത്തും ക്യുറാക്കാവോയ്ക്കകത്തും ഐസോ ബാർബാലോയിൻ ഉണ്ട്. ഓക്കെ, സോ കാപ്പെ അലോസിനും ക്യുറേക്കാവോ അലോസിനും ഐസോ ബാർബാലോയിൻ ഉണ്ട്. നെക്സ്റ്റ് കാപ്പെ അലോ എന്ന് പറയുന്ന ആള് കുറച്ച് സ്പെഷ്യലാണ്. കാപ്പെ അലോയ്ക്കകത്ത് നിങ്ങൾ ആദ്യം ഓരോന്നോരോന്നായിട്ട് എഴുതണം. സി കണ്ടോ, സി കണ്ടോ, ഫസ്റ്റ് ലെറ്റർ എന്താ? കാപ്പയുടെ ലെറ്റർ എന്താ? സി. CAPE എന്ന് ക്യാപിറ്റലായിട്ട് എഴുതുക. എന്ന് സിയുടെ നേരെ എഴുതി വെക്കുക. കാപ്പയുടെ സിയുടെ നേരെ എഴുതുക കാപ്പാലോ റെസിനോ ടെനോൾ. ഓക്കെ, കാൽപാനോ റെസിനോ ടെനോൾ. ഓക്കെ, ദെൻ എയുടെ നേരെ എഴുതുക അലാനോസൈഡ് എ ആൻഡ് ബി. ഓക്കെ, അലാനോസൈഡ് എ ആൻഡ് ബി എന്ന് എയുടെ നേരെ എഴുതുക. നെക്സ്റ്റ് പിയുടെ നേരെ എഴുതുക പാരാ കൗമാരിനിക് ആസിഡ്. പാരാ കൗമാരിക് ആസിഡ് എന്ന് പിയുടെ നേരെ എഴുതുക. ലാസ്റ്റ് വരുന്ന ഒരേ ഒരു ലെറ്ററേ ഉള്ളൂ ഇ, അതിന്റെ നേരെ എഴുതുക ബീറ്റ ബാർബാലോയിൻ. ബീറ്റ ബാർബാലോയിൻ എന്നും എഴുതുക. ഓക്കെ, ഇനി ക്യുറേക്കാവോ എന്ന് ഹെഡിങ് കൊടുക്കുക. ക്യുറേക്കാവോയുടെ പ്രത്യേകത എന്താണ്? രണ്ടാൾക്കാരേ ഉള്ളൂ, രണ്ട് വരയിട്ട് എഴുതുക. ബാർബാലോ റെസിനോ ടെനോളും സിനമിക് ആസിഡുമാണ് അവരിലുള്ള കണ്ടന്റ്, സിനമിക് ആസിഡ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇത് ബാക്കിയുള്ള കോഗ്നോസി നോട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒരു ടീച്ചേഴ്സും ക്ലാസ്സിൽ ഞാൻ ഇതൊന്നും എടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് നമ്മളുടെ ഡിഫാം സിലബസ് പ്രകാരം പഠിക്കേണ്ട കാര്യമാണ്. ഇപ്രാവശ്യം ഇവിടുന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സോ ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു കാര്യം കൂടുതൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ? കുറച്ചും കൂടെ ഒരു മാർക്ക് ചിലപ്പോൾ എക്സ്ട്രാ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു സാധനവും വിടണ്ട, ഒന്നും നമ്മൾ വിടണ്ട, നമുക്ക് എല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ട്. സോ കെമിക്കൽ കോൺസ്റ്റുവൻസ് ആണ് പറയുന്നത്. എല്ലാ അലോയിലും ഉള്ള ആൾക്കാരാണ് കെമിക്കൽ കോൺസ്റ്റുവൻസ് ഉള്ള അലോയിൻ, ബാർബാലോയിൻ, അലോയിമോഡിൻ. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോവേറ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കാപ്പെ അലോ, ക്യുറേക്കാവോ അലോ, സോക്കോട്രൻ അലോ, സാൻസിബാർ അലോ. കാപ്പെ അലോ ഓർമ്മയുണ്ടല്ലോ, വലിയ ഇതളുകളുള്ള അലോ ആയിരുന്നു കാപ്പെ അലോ. ക്യുറേക്കാവോ അലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ക്യുറേക്കാവോ അലോ ഡാർക്ക് ചോക്ലേറ്റ് കളറിലൊക്കെ ഇരുന്ന ആള്. സോ ഇവർ രണ്ടുപേരിലും ഉള്ളതാണ് ഐസോ ബാർബാലോയിൻ. ഇനി കാപ്പെ അലോ എടുത്തു കഴിഞ്ഞാൽ കാപ്പയുടെ ലെറ്ററുകൾ സ്പ്ലിറ്റ് ചെയ്യുക. CAPE. സി എന്താണ്? കാപ്പാലോ റെസിനോറ്റനോൾ. എ എന്താണ്? അലനോസൈഡ് എ ആൻഡ് ബി. പി എന്താണ്? പി കൗമാർനിക് ആസിഡ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഉള്ളത് ഇ ആണ് ലെറ്റർ, അതിന്റെ നേരെ എഴുതുക ബീറ്റ ബാർബാലോയിൻ. നെക്സ്റ്റ് ക്യുറേക്കാവോ എടുത്താൽ ക്യുറേക്കാവോയിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ബാർബാലോ റെസിനോറ്റനോൾ, നമ്മുടെ കാപ്പയ്ക്കകത്ത് പറഞ്ഞ അതേ കണ്ടന്റ് തന്നെ, ബാർബാലോ റെസിനോറ്റനോൾ ആൻഡ് ഓൾസോ വൺ മോർ തിങ് സിനമിക് ആസിഡ്. ഓക്കെ, കാപ്പെ അലോയിൽ ഏതാ ഉള്ളത്? കൗമാരിക് ആസിഡ്. ഓക്കെ, ക്യുറേക്കാവോയില് സിനമിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ
അഡൾട്ടറന്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ എന്താ പറയാ, അഡൾട്രേഷൻ എന്ന വേർഡ് നിങ്ങൾക്ക് അറിയോ? അഡൾട്രേഷൻ എന്താണ്? വാട്ട് ഈസ് അഡൾട്രേഷൻ? അഡൾട്രേഷൻ എന്താണ്? ഒരു ക്രൂഡ് ഡ്രഗിനെ നമ്മൾ അതിന്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സാധനം വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡൾട്രേഷൻ എന്ന് വിളിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നാറ്റൽ അലോ, മോച്ച അലോ, ബ്ലാക്ക് കട്ടേച്ചു, പീസസ് ഓഫ് അയൺ ആൻഡ് സ്റ്റോൺ, ഇതൊക്കെ വെച്ചിട്ടാണ് മാർക്കറ്റിൽ അലോവേറേനെ അവരെന്ത് ചെയ്യുന്നത്? എന്താ പറയാ, അതർ മെറ്റീരിയൽസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഐഡന്റിഫിക്കേഷൻ. അലോവേറ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമ്മളിപ്പോ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാ? ഈ സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അഡൾട്ടറോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് അത് അലോവേറ തന്നെയാണോ എന്ന് അറിയാനായിട്ട് പറ്റില്ല. സോ ഐഡന്റിഫിക്കേഷനകത്ത് 1% സൊല്യൂഷൻ ഓഫ് അലോവേറ എടുക്കുക, അതിനെ വാട്ടറിൽ ബോയിൽ ചെയ്യുക, ദെൻ 0.5% ഓഫ് കേസൽഗർ ആഡ് ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക. ഈ ഫിൽട്രേറ്റിലാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അലോവേറ കംപ്ലീറ്റ് ആയിട്ട് സോലബിളൈസ് ചെയ്യേണ്ട ആൽക്കഹോളിനും പാർട്ട്ലി മാത്രം സോല്യൂബിൾ ആകുന്നത് എന്തിലാണ്? വാട്ടറിലാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേറയുടെ ടെസ്റ്റ് നടത്താനായിട്ട് 1% സൊല്യൂഷൻ ഓഫ് അലോവേറ എടുക്കുന്നു, വാട്ടറിൽ ബോയിൽ ചെയ്യുന്നു, അതിൻ്റെ അകത്തേക്ക് 0.5% കേസൽഗർ ആഡ് ചെയ്യുന്നു. ഈ ഫിൽറ്ററിനെ ആ ഫിൽറ്റർ എടുക്കുക, അതിനെ ഫിൽറ്റർ ചെയ്യുക, ആ ഫിൽട്രേറ്റ് എടുക്കുക. ഈ ഫിൽട്രേറ്റിലേക്ക് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. 5 ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഏറ്റവും ഫസ്റ്റ് സ്കോട്ടൻസ് റിയാക്ഷൻ, SCHOENTETNS, സ്കോട്ടൻസ് റിയാക്ഷൻ. സ്കോട്ടൻസ് റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, ആ ഫിൽട്രേറ്റിന്റെ 5 ml എടുക്കുക. അതാണ് ടെസ്റ്റ് സൊല്യൂഷന്റെ 5 ml എടുക്കുക. അതിലേക്ക് 0.2 gram ബൊറാക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സൊല്യൂഷനിലേക്ക് add the solution to the test tube containing water. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് വെള്ളം എടുക്കുക, ആ വെള്ളത്തിലേക്ക് ഈ 5 ml 0.2 gram ബൊറാക്സ് ഇട്ട സൊല്യൂഷൻ ആഡ് ചെയ്യാം. ഒരു ഗ്രീൻ ഫ്ലൂറസൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അലോ ഇമോണിന്റെ പ്രസൻസ് കാണിക്കുന്നു. അലോ ഇമോണിനും ബാർബാലോയിനും അലോയിനും ഒക്കെ അലോവേറയുടെ കണ്ടന്റുകളാണ് അല്ലെ. സോ ഗ്രീൻ ഫ്ലൂറസൻസ് കാണിക്കുന്നെങ്കിൽ സ്കോട്ടൻറ്റ് റിയാക്ഷൻ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടിയെന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം 1% സൊല്യൂഷൻ എടുക്കുക, 1% സൊല്യൂഷൻ ഓഫ് അലോവേറനെ വാട്ടറിൽ ബോയിൽ ചെയ്യുക. ഈ ബോയിൽ ചെയ്തതിനെ 0.5 gram കേസൽഗറുമായിട്ട് മിക്സ് ചെയ്യാം. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കോട്ടൻസ് റിയാക്ഷൻ ആണ്. സ്കോട്ടൻസ് റിയാക്ഷന്റെ ഈ ടെസ്റ്റ് സൊല്യൂഷന്റെ 5 ml എടുക്കുക, 2 gram ബൊറാക്സ് എടുക്കുക, ഈ സൊല്യൂഷനെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് വെള്ളം എടുക്കുക, അതിന്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കൊരു ഗ്രീൻ ഫ്ലൂറസൻസ് കിട്ടും. ആ ഗ്രീൻ ഫ്ലൂറസൻസ് എന്ന് പറയുന്നത് അലോ ഇമോണിൻ എന്ന് പറയുന്ന കണ്ടന്റിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് ആദ്യത്തെ ടെസ്റ്റ്. എഴുതിയെടുത്തോ, സ്കോട്ടൻറ്റ് റിയാക്ഷൻ, 5 ml സൊല്യൂഷൻ, 0.2 gram ബൊറാക്സ്, ടെസ്റ്റ് ട്യൂബിന്റെ പടം വരയ്ക്കുക, ഇത് അതിനകത്തേക്ക് ഒഴിക്കുക. ഗ്രീൻ ഫ്ലൂറസൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അലോ ഇമോണിൻ. രണ്ടാമത്തത് 2 ml സൊല്യൂഷൻ എടുക്കുക, 2 ml തന്നെ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുക. ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുകയാണ് എങ്കിൽ ടെട്രാ ബ്രോമോലയോൺ പ്രിപ്പയർഡ്, അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. അതായത് ടെട്രാ ബാർബോലൈൻ ഫോംഡ് ആയി, അല്ലെങ്കിൽ നമ്മൾ ബ്രോമിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ടെട്രാ ബ്രോമിൻ പ്ലസ് നമ്മുടെ ഈ അലോ ഇമോണിൻ അല്ലെങ്കിൽ അലോയിന്റെ പ്രസൻസ് ആ കാണിക്കുന്നത്. സോ ടെട്രാ ബ്രോമോ പ്ലസ് അലോയിൻ, സോ ടെട്രാ ബ്രോമോ അലോയിൻ എന്ന് പറയുന്ന ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ആയിട്ട് കിട്ടും. ഓക്കെ, 2 ടെസ്റ്റ് പറഞ്ഞു. സ്കോട്ടൻസ് റിയാക്ഷന്റെ അകത്ത് നമ്മളുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? 0.2 gram ബൊറാക്സ്. ഇതിനെ നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഗ്രീൻ ഫ്ലൂറസൻസ് കിട്ടുന്നു, അലോവേറയുടെ പ്രസൻസ് അല്ലെങ്കിൽ അലോയുടെ പ്രസൻസ്.
2 ഗ്രാം സൊല്യൂഷൻ എടുക്കുന്നു. അതിനകത്തേക്ക് 2 ml സൊല്യൂഷൻ എടുത്താൽ 2 ml തന്നെ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്നു. ടെട്രാ ബ്രോമിൻ അലോയിൻ ഉണ്ടാകുകയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് 5 ml ടെസ്റ്റ് സൊല്യൂഷൻ, അതിലേക്ക് 2 ml നൈട്രിക് ആസിഡ്. ഓക്കെ, 5 ml സൊല്യൂഷനിലേക്ക് 2 ml നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പല പല നിറങ്ങൾ കിട്ടും. ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം കപ്പെ അലോ ആണെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ കിട്ടും. ക്യുറേക്കോ അലോ ആണെങ്കിൽ റെഡിഷ് ഓറഞ്ച് കളർ കിട്ടും. സാക്കോട്രൈൻ അലോ ആണ് എങ്കിൽ നമുക്ക് എന്ത് കളർ കിട്ടും? പെയിൽ ബ്രൗണിഷ് കളർ കിട്ടും. സാൻസിബാർ അലോ ആണെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ കിട്ടും. ഓക്കെ, 5 ml സൊല്യൂഷനിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ കാപ്പെ, കുറേക്കാവോ, സ്കോട്രോലൈൻ, സാൻസിബാർ, ഈ ഓർഡർ അങ്ങനെ തന്നെ പഠിക്കും. കാപ്പെ ആണ് യെല്ലോ കളർ കിട്ടും. യെല്ലോയിൽ കുറച്ചും കൂടി ബ്രൗൺ കളർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റെഡ് കിട്ടും. സോ ക്യുറേക്കാവോ വരുമ്പോൾ റെഡ് മുതൽ ഓറഞ്ച് കളർ കിട്ടുന്നു. സാക്കോട്രൈൻ കിട്ടുമ്പോൾ ഈ റെഡ് കുറച്ചും കൂടെ കറുത്ത് കഴിഞ്ഞാൽ എന്താവും? ബ്രൗൺ ആവും. സോ ഒരു പെയിൽ ബ്രൗൺ ആയിട്ട് കിട്ടും. പെയിൽ ബ്രൗണിഷ് ടു യെല്ലോ. സാൻസിബാർ എന്ന് പറയുന്നത് ഈ കടുപ്പം നേർത്തിട്ട ഒരു ബ്രൗൺ കളറായിട്ട് മാറുന്നു. അപ്പം കടുപ്പത്തിലേക്ക് വന്നാൽ മതി. യെല്ലോ, റെഡ്, ബ്രൗൺ, യെല്ലോ. മനസ്സിലായോ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. യെല്ലോ, റെഡ് വീണ്ടും കടുക്കുന്നു, ബ്രൗൺ വീണ്ടും നേർക്കുന്നു, യെല്ലോ. ഇതാണ് അതിന്റെ ഓർഡർ. സോ കപ്പെ ആലോ എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് ബ്രൗൺ കളർ, ക്യുറേക്കാവോ അലോ എന്ന് പറഞ്ഞാൽ റെഡിഷ് ടു ഓറഞ്ച് കളർ, സാക്കോട്രൈൻ അലോ എന്ന് പറയുന്നത് പെയിൽ ബ്രൗണിഷ് യെല്ലോ, സാൻസിബാർ അലോ എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് ബ്രൗൺ. ഇതെന്താണ്? 5 ml സൊല്യൂഷനിലേക്ക് 2 ml നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറാണ്. നെക്സ്റ്റ് വൺ ഇസ് ക്ലുങ്ക് ടെസ്റ്റ്. ക്ലുങ്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ml സൊല്യൂഷനിലേക്ക് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുക, അതിന്റെ കൂടെ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, ആൽക്കഹോൾ 2 ml ആഡ് ചെയ്യുക. ഓക്കെ, സോ സൊല്യൂഷൻ 2 ml എടുത്തു, കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തു, ഒരു ഡ്രോപ്പ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തു, 0.5 ഗ്രാം സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, ആൽക്കഹോൾ ആഡ് ചെയ്തു. ക്യുറേക്കാവോ അലോ ആണെങ്കിൽ വൈഡ് റെഡ് കളർ കിട്ടും, അത് നല്ല മുന്തിരി വൈനിന്റെ നിറം കിട്ടും ക്യുറേക്കാവോ അലോ ആണെങ്കിൽ. കാപ്പെ അലോ ആവുമ്പോൾ ഒരു ഫെയിന്റ് കളർ ആയിരിക്കും ഉണ്ടാവുക. സാൻസിബാറും സാക്കോട്രൈനും ആണെങ്കിൽ ഈ ടെസ്റ്റിനോട് ഒരു തരത്തിലുള്ള റെസ്പോൺസ് കാണിക്കില്ല. സോ ക്ലുങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണ് കറക്റ്റ് ആയിട്ട് കിട്ടുക? ക്യുറേക്കാവോ അലോ. നമ്മളിപ്പോ ക്യുറേക്കാവോ ആലോചിക്കുക. ക്യുറേക്കാവോ നമ്മൾ ചോക്ലേറ്റിനോട് സിമിലർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൈൻ റെഡ് ടു ഒരു ബ്രൗണിഷ് കളർ. സോ അത് കാണിക്കുന്ന ആരായിരുന്നു? ക്യുറേക്കാവോ ആലോ നല്ല നിറം തരും, കാപ്പെ ആലോ നിറം തരില്ല. സാൻസിബാറും സാക്കോട്രൈനും ഈ ക്ലുങ്കെ ടെസ്റ്റിനോട് റിയാക്ട് ചെയ്യുന്ന പോലും ഇല്ല. നെക്സ്റ്റ് വൺ മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റ്. ഇത് പലയിടത്തും കേട്ടിട്ടുണ്ട്. സോ മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റ് എന്തിന്റെ ടെസ്റ്റാ? ആൽക്കലോയിഡ് ആണോ ഗ്ലൈക്കോസൈഡ് ആണോ? ഗ്ലൈക്കോസൈഡിന്റെ ടെസ്റ്റ് ആണ് മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 0.1 ഗ്രാം ഡ്രഗ് എടുക്കുന്നു, അതിന്റെ അകത്തേക്ക് 5 ml ഓഫ് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. എന്താ ആഡ് ചെയ്യുന്നു? 5 ml ഓഫ് ഫെറിക് ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഫെറിക് ക്ലോറൈഡ് 2 ml ആഡ് ചെയ്യുന്നു, 2 ml ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്യുന്നു. ഇതിന് നമ്മളൊരു വാട്ടർ ബാത്ത് നമ്മളൊരു 5 മിനിറ്റ് എടുത്തിട്ട് ഇതിനെ ബോയിൽ ചെയ്യണം. ഓക്കെ, സോ മോഡിഫൈഡ് ബോൺഡ്രാഗർ ഒക്കെ നമുക്ക് ആന്ത്രോക്വിനോളിൻസിന് തരുന്ന ടെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 5 മിനിറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഫെറിക് ക്ലോറൈഡും ഒക്കെ ആയിട്ട് ഇവനെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. കൂൾ ചെയ്തിട്ട് നമ്മൾ അതിനെ ബെൻസീനുമായിട്ട് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ബെൻസീൻ ഒരു സെപ്പറേറ്റ് ലെയർ ഫോം ചെയ്യും. അതിന്റെ അകത്തേക്ക് ഒരു ഈക്വൽ വോളിയം ഓഫ് അമോണിയ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പിങ്കിഷ് റെഡ് കളർ തരും. സോ ഇത് മോഡിഫൈഡ് ബോൺഡ്രാഗർ എന്ന് പറയുന്നത് എല്ലാ അലോവേറയുടെ വെറൈറ്റിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് എന്തുകൊണ്ടാ? അതിനകത്ത് ആന്ത്രോക്വിനോളിൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡയല്യൂട്ട് അമോണിയ ആഡ് ചെയ്തപ്പോൾ പിങ്കിഷ് റെഡ് കളർ കിട്ടുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, മോഡിഫൈഡ് ബോൺഡ്രാഗർ എന്ന് പറഞ്ഞാൽ ഡ്രഗിന്റെ ഒരു 0.1 ഗ്രാം എടുക്കുക, ഫെറിക്ലോറൈഡിന്റെ 5% സൊല്യൂഷന്റെ 2 ml ആഡ് ചെയ്യുക, ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറൈഡിന്റെ 2 ml ആഡ് ചെയ്യുക. അപ്പൊ 4 ml ഓഫ് ഫെറിക്ലോറൈഡും ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറൈഡ് ഈച്ച് എടുക്കുന്നു അല്ലെ. സോ എന്നിട്ട് ഇതിനെ ബോയിൽ ചെയ്യുക ഒരു വാട്ടർ ബാത്തിലേക്ക് 5 മിനിറ്റിലേക്ക്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ബെൻസീൻ ആഡ് ചെയ്യുക. ബെൻസീന്റെ കൂടെ
ആഡ് ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ലെയർ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ അകത്തേക്ക് ഈക്വൽ വോളിയം ഓഫ് അമോണിയ ആഡ് ചെയ്യുക, ഒരു പിങ്കിഷ് കളർ നമുക്ക് കിട്ടും. ആ പിങ്കിഷ് കളർ എന്ന് പറയുന്നത് എല്ലാ വെറൈറ്റി ഓഫ് എന്താ പറയാ അലോവേറയുടെയും ഒരു എന്താ പറയാ ഒരു ഐഡന്റിറ്റി ആണ്. പിങ്കിഷ് കളർ തരുന്നുണ്ടെങ്കിൽ അത് ആന്ത്രോക്വിനോളിലുണ്ട്, അതെന്താണ്? അലോവേറയാണ്. സോ വാട്ടർ സോലിബിൾ ആണോ അലോവേറ? കംപ്ലീറ്റ്ലി സോലിബിൾ അല്ല. ആൽക്കഹോൾ സോലിബിൾ ആണോ? ആണ്. ഓക്കെ, ദെൻ യൂസ് നോക്കാം. അലോവേറ എന്ന് പറയുന്നത് ഡ്യൂ ടു അലോയിൻ, അതൊരു ആന്ത്രോക്വിനോളിൻ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് എന്താണ് അലോവേറ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇറിറ്റന്റ് പർഗേറ്റീവ്. എന്താണ്? ഇറിറ്റന്റ് പർഗേറ്റീവ്. സ്ലോ ആണ്, അൺസർട്ടൻ ഇൻ ആക്ഷൻ. സോ നമ്മൾ കാസ്റ്റർ ഓയിൽ കൊടുത്താൽ തന്നെ കൃത്യമായിട്ട് ലാക്സേറ്റീവ് ആക്ഷൻ തരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് ക്രൂഡ് ഡ്രഗിന് പകരം നമ്മൾ അലോയിനെ ഉപയോഗിച്ചിട്ടാണ് ലാക്സേറ്റീവ് ആക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും? അത് കോളനിൽ ആക്ട് ചെയ്യും. എന്തോ വിളിച്ചോ? ഓക്കെ, സോ ഇത് കോളനിൽ ആക്ട് ചെയ്യും. ഒരു ഗ്രിപ്പിംഗ് ആക്ഷൻ, അലോവേറയ്ക്ക് ഒരു ഗ്രിപ്പിംഗ് ആക്ഷൻ കൊടുത്തിട്ട് ഒരു കാർമിനേറ്റീവ് ആക്ഷനും കൊടുത്തിട്ട്. കാർമിനേറ്റീവ് എന്താണ്? ഹെൽപ്പ് ഇൻ എക്സ്പെല്ലിംഗ് ഗ്യാസ് ഫ്രം ദ സ്റ്റൊമക്ക് അല്ലെ, അതിനെയാണ് നമ്മൾ കാർമിനേറ്റീവ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് അലോജെല്ല്. അലോജെല്ല് എന്താണ്? അലോജെല്ല് എന്ന് പറയുന്നത് ഒരു മ്യൂസിലേജീനിയസ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള വിസ്കഡ് ആയിട്ടുള്ള ജ്യൂസ് ആണ് അലോ. ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ ഒരു കോസ്മെറ്റിക് ആയിട്ടും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അലോവേറയുടെ ജെല്ലൊക്കെ നമ്മൾ മുഖത്തിനാണൊക്കെ ഉപയോഗിക്കും. എന്തിനാണ്? റിങ്കിൾസ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. അതേപോലെ നമ്മുടെ മുഖത്തും നമ്മുടെ റേഡിയേഷൻ, ഇപ്പൊ തീ പൊള്ളിയാലൊക്കെ അലോവേറ യൂസ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ ആ റേഡിയേഷന്റെ ബേൺ ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ അലോവേറ ഉപയോഗിക്കുന്നു. സ്കിന്നിന്റെ ബ്ലിമിഷസ് ഒക്കെ മാറ്റി പുതിയ ടിഷ്യൂസ് ഒക്കെ വരാനായിട്ട് ഹെയർ ഗ്രോ ചെയ്യാനുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അലോവേറ ഉപയോഗിക്കും. ഈവൻ ഒരു ഇൻഫ്ലമേഷൻ വന്നാൽ പോലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? അലോവേറ ഉപയോഗിക്കാം. അപ്പം അലോവേറ എന്ന് പറയുന്ന ഒരു ഹെഡിങ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ഹെഡിങ്ങിൽ തീരുന്നതല്ല അലോവേറ കേട്ടോ. സോ ലാക്സേറ്റീവിനകത്ത് ആദ്യത്തെ ഡ്രഗ് ആയിരുന്നു അലോവേറ എന്ന് പറയുന്നത്. അപ്പം ലാക്സേറ്റീവ് എന്താന്ന് പറഞ്ഞു? ലാക്സേറ്റീവ് എന്ന് പറയുന്നത് ലാക്സേർ ആണ്. ലാക്സേർ എന്ന് പറഞ്ഞാൽ ടു ലൂസൻ, ബവൽസിനെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ലാക്സേറ്റീവിനുള്ളത്. ഓക്കെ, സോ ഏനസ് വഴി നമ്മുടെ എക്സ്ക്രീറ്റിനെ, നമ്മുടെ വേസ്റ്റിനെ ഒക്കെ പുറന്തള്ളാനായിട്ട് അലോവേറ സഹായിക്കാറുണ്ട്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ഫോംഡ് സ്റ്റൂൾസിനെ കളയാൻ ലാക്സേറ്റീവ് ഉപയോഗിക്കുന്നു. എക്സാമ്പിളുകൾ പറയൂ. ബ്രാൻ, കരയാഗം, കാർബോക്സി, മീഥൈൽ സെല്ലുലോസ്, സെന്ന, ഇസബ്ഗോൾ, ലിക്വിഡ് പാരഫിൻ ഒക്കെയാണ് എക്സാമ്പിൾ. അടുത്തത് പർഗേറ്റീവ്. പർഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യും. ലാക്സേറ്റീവ് ഒരു മൈൽഡ് പർഗേറ്റീവ് എന്ന് അറിയപ്പെടുന്നത്. പർഗേറ്റീവിന് എക്സാമ്പിൾ ആണ് കാസ്റ്റർ ഓയിൽ, അലോ, കസ്കാര, റുബാർ. ഇപ്പൊ നമ്മൾ അലോയുടെ കേസ് പറഞ്ഞില്ലേ, അലോ ഈസ് എൻ ഇറിറ്റന്റ് പർഗേറ്റീവ് അല്ലെ. ദെൻ ഡ്രാസ്റ്റിക്. ഡ്രാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലൂയിഡ് ആയിട്ടായിരിക്കും ഇവാക്യുവേഷൻ നടക്കുന്നത്. ഒരു മിനിറ്റ്. സോ നമ്മൾ ഡ്രാസ്റ്റിക് ആണ് പറഞ്ഞത്. എന്താണ് ഡ്രാസ്റ്റിക്കിന്റെ പ്രത്യേകത? എന്താണ്? നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനെയാണ് ഡ്രാസ്റ്റിക് പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, പർഗേറ്റീവിനെ പോലെ മ്യൂക്കസ് മെമ്പറൈനെ പോലെ ഡ്രാസ്റ്റിക് ഇവാക്യുവേറ്റ് ചെയ്യുന്നു. ഫ്ലൂയിഡ് ആയിട്ടാണ് ഡ്രാസ്റ്റിക് ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ജലാപ്പ്, കോളോസിന്ത്, പോഡോഫൈലം. കോളോസിന്ത്, പോഡോഫൈലം ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഹൈഡ്രോഗോഗസ് ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് ഫ്ലൂയിഡ് ആയിട്ട് മോഷൻ പോകും. ക്രോട്ടൺ ഓയിൽ, കോളോസിന്ത് ഒക്കെ ഉപയോഗിച്ച ഫ്ലൂയിഡ് മോഷൻ ആയിരിക്കും പോകുന്നത്. ഇനി ലാക്സേറ്റീവിൽ 3 തരത്തിലുള്ളത്. ബൾക്ക് ഫോമിങ്, ഇറിറ്റന്റ്, എമോളിയന്റ്. 3 തരത്തിലാണുള്ളത്. ഏത് ഏജന്റ് ആണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിരിക്കും അതിന്റെ ലാക്സേറ്റീവ് പ്രോപ്പർട്ടി.
സോ കോൺസ്റ്റിപ്പേഷൻ ആണ് ഉപയോഗിക്കുന്നത് അറിയാലോ ലാക്സേറ്റീവ് അല്ലെ. നെക്സ്റ്റ് അലോവേറെ പറ്റി പറഞ്ഞു. അലോയുടെ വേറൊരു പേരാണ് കുമാരി. നമ്മൾ ജ്യൂസ്, ആ ലീഫിന്റെ ജ്യൂസ് ആണ് എടുക്കുന്നത്. അലോ ബാർബാഡൻസസ്, അലോവേറ, അലോഫിറോക്സ്, ഇത്രയുമാണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സുകൾ. ലില്ലിയേസിയെ എന്ന ഫാമിലിയിൽ നിന്നാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അലോയിൻ, ബാർബാലോയിൻ, അലോ ഇമോഡിനൊക്കെ ആക്റ്റീവ് കോൺസ്റ്റുവന്റ് ആണ്. പർഗേറ്റീവ് ആക്ഷൻ ഉണ്ട്. കോമ്പൗണ്ട് ടിഞ്ചർ ഓഫ് ബെൻസോയിൻ ഒക്കെയാണ് അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത്. അഡൾട്രന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? നേട്ടൽ അലോ, മൊച്ചയലോ, ബ്ലാക്ക് കട്ടേറ്റു, പീസസ് ഓഫ് അയൺ ആൻഡ് സ്റ്റോൺ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അലോയുടെ സിനോണിം എന്താണ്? അലോ തന്നെയാണ് കേട്ടോ. സോ അലോവേറ അല്ലെങ്കിൽ അലോ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് സ്പീഷീസ് ആണ്. അപ്പം നമ്മൾ അതിന്റെ അലോ ബാർബാഡെൻസിന്റെ അലോ ബാർബാഡെൻസിസ് മില്ലർ, അലോഫിറോക്സ് മില്ലർ, അലോ ആഫ്രിക്കാന മില്ലർ, അലോ സ്പിക്കാറ്റ, അലോ ഫെറായി ബേക്കർ, ദെൻ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോവേറ സ്പീഷീസ് ഉണ്ട്. ഇവരുടെ ജ്യൂസ് ആണ് എടുക്കുക, ലീഫിന്റെ ഡ്രൈഡ് ജ്യൂസ് ആണ് എടുക്കുക. ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നമ്മൾ അലോവേറ ഒരു വൈഡ് പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. യൂഷ്വലി ഉള്ളത് ഇന്ത്യയിൽ എവിടെയാണ്? നോർത്ത് വെസ്റ്റ് ഹിമാലയയിലാണ് ഉള്ളത്. പൊതുവേ നമ്മുടെ വേൾഡില് ആഫ്രിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും യൂറോപ്പിലും ഒക്കെയാണ് കാണാറ്. അലോവേറ എങ്ങനെയാ എടുക്കാം? ഏറ്റവും ബേസിൽ നിന്ന് കട്ട് ചെയ്യുക, അതിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് ഒക്കെ പോകുന്നത് വരെ അതിനെ തല കീഴായിട്ട് വെക്കുക. അതായത് കട്ട് ചെയ്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക. എല്ലാ ഫ്ലൂയിഡും ഡ്രെയിൻ ചെയ്ത് പോയതിനു ശേഷം നമ്മൾ ഇതിനെ എടുത്തൊരു പാനിലിട്ട് അതിന്റെ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ലോസ് ചെയ്ത് കളയുക. ഈ കോൺസെൻട്രേറ്റഡ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോവേറ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, വിഗറസ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനെ നമ്മൾ വിട്രിയസ് എന്നും ലൂസ്ഡ് അലോ എന്നും പറയും. പതിയെ സ്ലോ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് എടുക്കുകയും ഗ്രാജുവൽ കൂളിംഗ് പ്രോസസ്സിലൂടെ എടുക്കുന്നതിന് നമ്മൾ കരളുമായിട്ട് ബന്ധിപ്പിച്ചാ പറഞ്ഞ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിബറി അലോ. കളർ എന്താണ്? ബ്രൗണിഷ് ബ്ലാക്ക് ഇൻ കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ. കളർ എന്താണ്? ഓർഡർ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്. ടേസ്റ്റ് എന്താണ്? കയ്പ്പാണ്, നോസിയേറ്റിംഗ് ടേസ്റ്റ് ആണ്. സൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസിലുണ്ട്. കാപ്ടെ അലോ പറഞ്ഞു, യുറേക്കാവോ അലോ പറഞ്ഞു, സോക്കോട്രെയിൻ പറഞ്ഞു, സെൻസിബാർ അലോസ് പറഞ്ഞു അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലോസ് നമ്മൾ പറഞ്ഞു. സോ ഓക്കെ, ഓരോന്നും ഒന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കാപ്ടെ അലോ. ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ ആണ്, ഗ്ലോസി മാസ് ആണ്, ട്രാൻസ്പാരന്റ് കളർ ആണ്. ഗ്ലിസറിനുമായിട്ട് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിന്റെ അകത്തുള്ള ഫ്രാക്ചർ എന്ന് പറയുന്നത് ഗ്ലോസി ആണ്. അടുത്തത് നമ്മൾ എടുത്തതാണ് ക്യുറേക്കാവോ അലോസ്. ഇതാണ് ക്യുറേക്കാവോ അലോസ് എന്ന് പറയുന്നത്. ഒരു ചോക്ലേറ്റുമായിട്ട് ബന്ധിപ്പിക്കുക. ഡാർക്ക് ചോക്ലേറ്റ് കളർ ആണ്, പിന്നെ ഒപ്പേക്ക് ആണ്. അകത്തുള്ള ഫ്രാക്ചർ എന്ന് പറയുന്നത് വാക്സി ആണ്. കണ്ടോ? നെക്സ്റ്റ് വൺ ഈസ് സോക്കോട്രൈൻ. സോക്കോട്രൈന്റെ പ്രത്യേകത എന്താണ്? ഇത് സോക്കോട്രൈൻ ഏറ്റവും അടുത്ത റെഡ് കളർ കാണാൻ പറ്റുന്നത് റെഡിഷ് ബ്ലാക്ക് ടു ബ്രൗണിഷ് കളർ. കോൺകോർഡൽ ആണ്, സ്മൂത്ത് ആണ്, ഒപ്പേക്ക് ആണ്. നെക്സ്റ്റ് സാൻസിബാർ ഒരു ഓർണമെന്റൽ മോഡലിൽ ഇരിക്കും. ലിവർ ബ്രൗൺ കളർ ആണ്, ഡൾ വാക്സി, സ്മൂത്ത് ആണ്, ഫ്രാക്ചർ ആണ്. ഓക്കെ, ഇനി സോളിബിലിറ്റി അലോവേറയുടെ പറയുകയാണെങ്കിൽ എന്താ പറയാ? അലോ ഇസ് ഹാവിങ് എ സോളിബിലിറ്റി വിത്ത് ആൽക്കഹോൾ. 60% ആൽക്കഹോളിൽ കംപ്ലീറ്റ്ലി സോളിബിൾ ആവും, പാർട്ട്ലി സോളിബിൾ ആണ് വിത്ത് വാട്ടർ. കെമിക്കൽ കോൺസ്റ്റുവന്റ് ആകുമ്പോൾ അലോവേറ യെല്ലോ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എല്ലാ അലോവേറയിലും കാണും. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബാർബാലോയിൻ. ബാർബാലോയിൻ, റെസിൻ, അലോയിൻ, അലോ ഇമോഡിൻ, ഇതൊക്കെ എല്ലാത്തിന്റെ അകത്തും ഉണ്ടാവും. ഇനി അടുത്ത് കാപ്പെ അല്ലെങ്കിൽ കുറേക്കാവോ എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പെ അല്ലെങ്കിൽ കുറേക്കാവോയ്ക്കകത്ത് ഉണ്ടാകുന്നതാണ് ഐസോ ബാർബാലോയിൻ. ഇനി കാപ്പയ്ക്കകത്ത് ഉണ്ടാകുന്നതാണ് കപ്പാലോ റെസിനോറ്റനോള്. ദെൻ കപ്പെ CA വരുന്നത് എന്താ? അലാനോസൈഡ് A and B. ദെൻ P എന്ന് പറഞ്ഞാൽ P കൗമാരിക് ആസിഡ് ആൻഡ് ലാസ്റ്റ് ഇയിലാണ് നമ്മൾ ബീറ്റ ബാർബാലോയിൻ എഴുതിയത്. അപ്പം ആ എഴുതി വെച്ചത് നോക്കിക്കേ. ലാസ്റ്റ് വൺ ക്യുറേക്കാവോയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? ബാർബാലോ റെസിനോറ്റനോളും സിനോമിക് ആസിഡും ഉണ്ട്. നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇതിനൊരു ഫിൽട്രേറ്റ് ഉണ്ടാക്കണം. അതിന് നമ്മളെ പർട്ടിക്കുലർ അലോവേറനെ നമ്മൾ 1% സൊല്യൂഷൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനെ വാട്ടറുമായിട്ട് ബോയിൽ ചെയ്യുക വിത്ത് 0.5% ഓഫ് ഹേസൽഗർ. ആദ്യത്തെ ടെസ്റ്റ് ആണ് സ്പോട്ടൻഡൻസ് റിയാക്ഷൻ. 5 ml എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബൊറാക്സ് ആഡ് ചെയ്യുക.
വെള്ളമുള്ള ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇതിനെ ഒഴിക്കുക. ഗ്രീൻ ഫ്ലൂറസൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അലോയി മോഡിന്റെ പ്രസൻസ് ഉണ്ട്. അലോയി മോഡിൽ എല്ലാ അലോവേറ സ്പീഷീസിലും കാണിക്കുമല്ലോ. ഇനി അടുത്തത് 2 ml സൊല്യൂഷൻ കൈ ഫിൽട്രേറ്റ് എടുക്കുക. ഇതിനകത്തേക്ക് ബ്രോമിൻ ആഡ് ചെയ്യുക. ടെട്രാ ബ്രോമിൻ അലോയിൻ കിട്ടും. അതൊരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അടുത്ത ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. കാപ്പെ അലോ, ക്യുറേക്കാവോ അലോ, സോക്കോട്രൈൻ അലോ, സാൻസിബാർ അലോ. യെല്ലോ, റെഡ്, ബ്രൗൺ, യെല്ലോ അങ്ങനെ തന്നെ പഠിക്കാം. കാപ്പെ അലോയ്ക്ക് ഒരു യെല്ലോ ടു ബ്രൗൺ കളർ, ക്യുറേക്കാവോ അലോയ്ക്ക് റെഡ് ടു ഓറഞ്ച് കളർ, സോക്കോട്രൈൻ അലോയ്ക്ക് ഒരു ബ്രൗൺ ടു യെല്ലോ കളർ, സാൻസിബാർ അലോയ്ക്ക് ഒരു യെല്ലോയിഷ് കളർ. നെക്സ്റ്റ് ടെസ്റ്റ് ക്ലുങ്കേസ് ടെസ്റ്റ്, KLUNGES. ദിസ് ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ml സൊല്യൂഷനിലേക്ക് പിക്രിക് ആസിഡ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക. സോറി, നോട്ട് പിക്രിക് ആസിഡ്, കോപ്പർ സൾഫേറ്റ് കേട്ടോ. അതുപോലെ സൊല്യൂഷനിലേക്ക് കോപ്പർ സൾഫേറ്റ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക. സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. 90% ആൽക്കഹോൾ ആഡ് ചെയ്യുക. വൈൻ റെഡ് കളർ തരുന്നത് നമ്മുടെ മറ്റേ ചോക്ലേറ്റിന്റെ ആള് ക്യുറേക്കാവോ അലോ. ബാക്കിയുള്ളവർ ആരും മര്യാദയ്ക്ക് റിയാക്ഷൻ തരത്തില്ല. കാപ്പെ അലോ പിന്നെ ഒരു ഇച്ചിരി ഒരു പെയിൽ കളർ വരും. നെക്സ്റ്റ് മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഗ്ലൈക്കോസൈഡിനകത്ത് ആന്ത്രാക്വിനോളിൻ ഗ്ലൈക്കോസൈഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അലോയിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇത് പോസിറ്റിവിറ്റി കാണിക്കും, അതായത് അലോവേറ ഉണ്ടെന്ന് കാണിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സാമ്പിൾ, നമ്മൾ ഡ്രഗിനെ എടുക്കുക 0.1 ഗ്രാം, ഫെറിക് ക്ലോറൈഡ് 2 ഗ്രാം ആഡ് ചെയ്യുക, 2 ml ആഡ് ചെയ്യുക, 2 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. നല്ലപോലെ തിളപ്പിക്കുക, തണുപ്പിക്കുക. ഇതിനകത്തേക്ക് ബെൻസീൻ ആഡ് ചെയ്യുക. ബെൻസീൻ വേറെ തന്നെ ലെയർ ആയിട്ട് കിടക്കുകയാണ് എങ്കിൽ അതിനകത്തേക്ക് ഡൈല്യൂട്ട് അമോണിയ ആഡ് ചെയ്യുക. പിങ്കിഷ് റെഡ് കളർ ഉണ്ടെങ്കിൽ അലോയിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അലോയിൻ എന്ന് പറയുന്നത് ആന്ത്രോക്വിനോളിൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു പർഗേറ്റീവ് ആണ്. ആക്ഷൻ ഇന്ന ഡോസ് കൊടുത്താൽ ഇത്ര ആക്ഷൻ തരും ഇന്ന ആളെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ ഇപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അലോയിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ആയിട്ട്. ഈ അലോയിൻ കോളനിലാണ് ആക്ഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കാർമിനേറ്റീവിന്റെ കൂടെ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ യൂഷ്വലി വിത്ത് കാർമിനേറ്റീവ്, അല്ലെങ്കിൽ അവിടെ ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ അലോജെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മ്യൂസിലേജീനിയസ് ആയിട്ടുള്ള ഒരു കളർലെസ് ആയിട്ടുള്ള വിസ്കിസ് ഫ്ലൂയിഡ് ആണ്. ഒരു ജെല്ലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവേറ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രഗ് പഠിച്ചു കഴിഞ്ഞു, അലോവേറ അല്ലെങ്കിൽ അലോ ലാക്സേറ്റീവില് ഫസ്റ്റ് വൺ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, റുബാർബ് എടുത്താലും തീരില്ല. സോ അപ്പൊ നാളത്തേക്ക് നിങ്ങൾ അലോവേറ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് വാ, പഠിച്ചിട്ട് വാ കേട്ടോ. അപ്പൊ നമ്മളിന്ന് ക്ലിനിക്കൽ ഫാർമസിയിൽ 2 ഡിസീസ് പഠിച്ചു, അതേപോലെ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ദെൻ ഫാർമക്കോഗ്നോസിക്ക് അകത്ത് ലാക്സേറ്റീവിന്റെ അകത്ത് അലോവേറ പഠിച്ചു. അലോവേറ അല്ല, അലോസ് പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബാക്കി ഇത്രയും ഡ്രഗുകൾ പഠിക്കാനുണ്ട്. നാളെ മിക്കവാറും ആഫ്റ്റർനൂൺ ഒരു ക്ലാസ് ഉണ്ടാവും. താങ്ക് യു. ചേച്ചി ഇപ്പൊ പറഞ്ഞ നോട്ട്സ് അയക്കോ? എന്തുവാ ഇപ്പൊ പറഞ്ഞ നോട്ട്സ്? നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ല അല്ലെ? കൊക്കാട്ട ഇല്ല അല്ലെ? ഇല്ല. ഞാൻ എന്റെ കയ്യിലുള്ള കൊക്കാട്ടയ്ക്കകത്ത് ഫുള്ള് ഞാൻ വരച്ചും കുറിച്ചിട്ടും ഒക്കെയാണ് ഉള്ളത്. ലെറ്റ് മീ ചെക്ക്. ഞാൻ കൊക്കാട്ടയുടെ PDF നിങ്ങൾ ഡൗൺലോഡ് എടുക്കാൻ അല്ല, പറ്റും. വരച്ചത് കുഴപ്പമില്ല, അതിന്റെ ഫോട്ടോ ആയാലും മതി. എന്തോ? വരച്ചത് കുഴപ്പമില്ല, അതിന്റെ ഫോട്ടോ മതി. മതി അല്ലെ? എനിക്ക് ആ ഫോട്ടോ അയച്ചു തരാം അതിന്റെ. ഓക്കെ ഓക്കെ. ആ.